2011 കോട്ടയം ചങ്ങനാശ്ശേരി പാതയിരട്ടിപ്പിക്കലിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. അന്നു മുതൽ സ്വന്തം ഭൂമിയിൽ നിർമ്മാണം നടത്താനോ ക്രയവിക്രയം ചെയ്യാനോ കഴിയാതെ ദുരിതത്തിലായിരിക്കുകയാണ് 100-ലധികം കുടുംബങ്ങൾ. പട്ടികജാതി കോളനി ഉൾപ്പെടെയുള്ള കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുമ്പോൾ പാലിക്കേണ്ട ചട്ടങ്ങൾ പാലിക്കാതെയും ഉടമകൾക്ക് നൽകേണ്ട നഷ്ടപരിഹാരത്തിന് പുറമെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള എല്ലാ ആനുകൂല്യങ്ങളും നിഷേധിച്ചുമാണ് കടുത്ത മനുഷ്യാവകാശ ലംഘനം തുടരുന്നത്. പുതിയ ഭൂമിയേറ്റെടുക്കൽ നിയമമനുസരിച്ച് റെയിൽവേ പാതയ്ക്കായി സ്ഥലം വിട്ടു നൽകുന്നവർക്ക് ലഭിക്കാൻ അർഹതയുള്ള ആനുകൂല്യങ്ങൾ റെയിൽവേ തിരസ്കരിക്കുകയാണെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറയുന്നു. കേന്ദ്ര ഗവൺമെന്റ് നിയമത്തിൽ പറഞ്ഞിട്ടുള്ള വിലകൾ പോലും നിർദ്ദേശിക്കാതെയാണ് ഇപ്പോൾ സ്ഥലവില ആൾക്കാരെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. 2012 റെയിൽവേ ഉദ്യോഗസ്ഥരടങ്ങുന്ന ജില്ലാതല പർച്ചേസിംഗ് കമ്മിറ്റി സ്ഥല ഉടമകളുമായി ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന കടുംപിടുത്തമാണ് റെയിൽവേയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇത് സ്ഥലമേറ്റെടുക്കൽ നടപടികളെ പ്രതിസന്ധിയിലാക്കുകയായിരുന്നു. ഈ വസ്തുതകൾ നിലനിൽക്കെ സ്ഥലമേറ്റെടുക്കാൻ കഴിയാത്തത് ജില്ലാ ഭരണകൂടത്തിന്റെ അനാസ്ഥയായും സ്ഥലമുടമകളുടെ കടുംപിടുത്തമായും പ്രചരിപ്പിക്കാനാണ് റെയിൽവേയുടെ നീക്കം. റിപ്പോർട്ടർ, കോട്ടയം.